ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ രേഷ്മ. ഞാൻ കുറേ ആയി കേട്ടോ ഒരു വീഡിയോ, അതായത് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ വേറൊന്നും കൊണ്ടല്ല, ഒരു പരീക്ഷണത്തിലായിരുന്നു. പരീക്ഷണത്തിന്റെ ഒടുവിൽ ഒരു നിരീക്ഷണത്തിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. വേറെ നല്ലൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. നിങ്ങൾക്ക് തമ്മിൽ അതുപോലെ തന്നെ പിക്ചേഴ്സ് കണ്ടുമ്പോൾ മനസ്സിലാക്കണം. എന്തായാലും ഒരു പ്രോഡക്റ്റ് റിവ്യൂ തന്നെയാണ്. പ്രോഡക്റ്റ് എന്താണെന്നും അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പോകുന്നതിന് മുന്നേ എനിക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേറെ ഒന്നുണ്ടല്ലോ, നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട്, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2 മാസമൊക്കെ ആയിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞാൽ തോന്നുന്നു, എനിക്ക് എക്സാക്ട് അറിയത്തില്ല. അതുപോലെ തന്നെ ഒരു 21-22 വീഡിയോസ് അത് ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ ഞാൻ മനസ്സിൽ കണ്ടത്, എന്തായാലും എന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഒരു 300 സംതിങ് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു ജെന്യൂൻ റിവ്യൂ ആയിരിക്കണം ഞാൻ കൊടുക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഞാൻ ഷുവർ തരാണ്, എന്തായാലും ഇതിന്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണെന്ന് ഞാൻ പ്രോമിസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുമ്പോൾ. നമുക്കറിയാം, ഗ്ലൂട്ടാതയോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ഒക്കറിങ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് അമിനോ ആസിഡ്, ഗ്ലിസൈൻ, സിസ്റ്റൈൻ, അതുപോലെ തന്നെ ഗ്ലൂട്ടാമിക് ആസിഡ്, ഇത് 3 നിന്നാണ് ഗ്ലൂട്ടാതയോൺ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ ടിഷ്യൂ സെൽസിനെ റിപ്പയർ ചെയ്യാൻ, അതുപോലെ തന്നെ ബിൽഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുമ്പോൾ. നാച്ചുറലി നമ്മൾ എടുക്കുന്ന പല ഫുഡിലും ഗ്ലൂട്ടാതയോണിന്റെ അളവുള്ള ക്യാരറ്റ്, അവഗാഡോ ആൻഡ് അതുപോലെ തന്നെ സ്പിനാച്ചിന്റെ അകത്തൊക്കെ ഗ്ലൂട്ടാതയോൺ ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും ഡെയിലി ബേസിസ് എല്ലാം കൺസ്യൂം ചെയ്തെന്ന് വെച്ചാൽ ഇല്ല. ശരിക്കും നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരു ദിവസം 600 ഗ്രാം ഗ്ലൂട്ടാതയോൺ വേണമെന്നാണ് പറയുന്നത്. കൂടിയാലും പ്രശ്നമാണ്. എന്താണ്, നമ്മുടെ ബോഡിയിൽ എത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്, പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് നമ്മുടെ ഗ്ലൂട്ടാതയോൺ ഒരു കിഡ്ലോസ്കി സാധനമാണ്. അപ്പോൾ ഗ്ലൂട്ടാതയോൺ ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ എല്ലാവരും ഈ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഫെമിലിയർ ആണ്. നമുക്കറിയാം, ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിന്റെ ലൈവ് നമുക്ക് പറ്റിയ പണിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ശരിക്കും കുറെ ബ്രാൻഡ്സിന്റെ ഒക്കെ കണ്ടായിരുന്നു ഇങ്ങനെ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റിന്റെ ഫോം. ടാബ്ലറ്റ് വേണം, നമുക്കറിയാലോ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമായിട്ട് അതുപോലെ തന്നെ യൂട്യൂബ് ആയിക്കോട്ടെ, നമ്മൾ എന്താണോ തിരക്കുന്നത് അതിന്റെ ഒരു ചാകരയായിരിക്കും നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കുറെ വീഡിയോസ് ഞാൻ കണ്ടു വന്നപ്പോഴാണ് ശരിക്കും ഈ ഷിക് ന്യൂട്രിക്സ് എന്ന ബ്രാൻഡിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. നമുക്കറിയാം, അത് ഏറ്റവും ഫേമസ് ആയ നമ്മുടെ ശില്പ ഷെട്ടിയുടെ ബ്രാൻഡാണ്. ആൻഡ് അതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ നിറയെ യൂട്യൂബേഴ്സ് അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഇൻട്രസ്റ്റ് ആവും. ഓക്കെ, ഇത് വിശ്വസിക്കാം. കുറെ പേരുടെ റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയല്ല, ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി അന്വേഷിക്കുക. അതുപോലെ തന്നെ അത് ആരൊക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ റിവ്യൂ നമ്മൾ നോക്കാറുണ്ട്. അങ്ങനെ ഞാൻ കുറെ പേരുടെ റിവ്യൂ കണ്ടു. അപ്പൊ എനിക്ക് തോന്നി, ഓക്കെ, എന്തായാലും നല്ല പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ശരിക്കും നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പ്രോഡക്റ്റ്, അതായത് ഷിക് ന്യൂട്രിക്സ് ഗ്ലൂട്ടാതയോൺ ആൻഡ് വൈറ്റമിൻ സി ടാബ്ലറ്റിലോട്ട് ഞാൻ എത്തുന്നത്. കാത്ത് നമ്മൾ കാത്തിരുന്ന സാധനം കയ്യിലിട്ടുണ്ട്. ഇതാണ് ഷിക് ന്യൂട്രിക്സ് എന്ന ബ്രാൻഡിന്റെ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റിന്റെ അത് ഗ്ലൂട്ടാതയോണും അതുപോലെ വൈറ്റമിൻ സി ഉണ്ട്. നമുക്ക് വൈറ്റമിൻ സിയുടെ ബെനിഫിറ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി എല്ലാവരും സ്കിൻ കെയർ റുട്ടീനിൽ വൈറ്റമിൻ സിയുടെ സെറോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് തരുന്ന ബ്രൈറ്റ്നെസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടി ഗ്ലൂട്ടാതയോണിനെ ബൂസ്റ്റപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു ടാബ്ലറ്റിന്റെ അകത്ത് 500 ഗ്രാം ഗ്ലൂട്ടാതയോണും പിന്നെ വൈറ്റമിൻ സി ഉണ്ട്. നമ്മുടെ ഡെയിലി ബേസിസിൽ, അതായത് ഡെയിലി ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ 600 ഗ്രാം ഗ്ലൂട്ടാതയോൺ വേണമെന്നാണ്. പക്ഷെ ഈ ടാബ്ലറ്റിന്റെ 500 ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് വിശ്വസിച്ച് കൺസ്യൂം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതെന്ന് പറയുന്നത് ജാപ്പനീസ് ഗ്ലൂട്ടാതയോൺ പ്ലസ് വൈറ്റമിൻ സി ആണ്. ജാപ്പനീസ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുമ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഈസ്റ്റിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഗ്ലൂട്ടാതയോൺ. അതുകൊണ്ട് അത്രയ്ക്കും എഫക്റ്റീവ് ആയിരിക്കും. ടാബ്ലറ്റ് വരുന്നത് നമ്മുടെ സ്ട്രോബെറി അതുപോലെ ലെമണിന്റെ ഫ്ലേവറിലാണ്. അപ്പൊ സ്ട്രോബെറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചുമ്മാ അങ്ങ് മിണുങ്ങിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ദിവസം ഒരു ടാബ്ലറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ആർക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നതാണ്. 16 വയസ്സ് കഴിഞ്ഞ ആർക്കും ഇത് വിശ്വസിച്ച് യൂസ് ചെയ്യാം. ഇതുവരെ ഒരു സൈഡ് എഫക്റ്റും വന്നിട്ടില്ല. ഞാൻ കുറെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, അതുപോലെ ഡൗട്ട് വരുന്നത്, ഷുഗർ പേഷ്യൻസിന് ഇത് കൺസ്യൂം ചെയ്യാമെന്നാണ്. നിങ്ങൾക്കും കൺസ്യൂം ചെയ്യാം, പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. ആൻഡ് ഓൾസോ ഇതിൽ ഒരു ആഡഡ് ഷുഗറും ഇല്ല, അതുപോലെ തന്നെ സിന്തറ്റിക് കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് വേഗനാണ്. അതുപോലെ തന്നെ ബ്ലോട്ട് ചെയ്യുന്ന പ്രശ്നം, വയർ ബ്ലോട്ട് ചെയ്യുന്ന പ്രശ്നം, അതുപോലെ ഡൈജഷൻ ഇഷ്യൂ അങ്ങനെയൊന്നും ഈ മെഡിസിൻ കേസിൽ എനിക്കുണ്ടായിട്ടില്ല. ഞാൻ കണ്ട ഒരു വീഡിയോസിനും അങ്ങനെ ആരും ഉള്ളതായിട്ട് പറയുന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് വിശ്വസിക്കാം.
ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ഇത് ടാബ്ലറ്റ് ഫോം ആണ്, അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏത് നേരം വേണമെങ്കിൽ കൺസ്യൂം, അതായത് രാവിലെ, ഉച്ചയോ അതുപോലെ തന്നെ രാത്രിയോ വേണമെങ്കിൽ കൺസ്യൂം ചെയ്യാം. ഞാനിത് എടുത്തിട്ടുള്ളത് രാവിലെ ഫുഡ് കഴിഞ്ഞിട്ടാണ് ഈ സാധനം, ഈ ടാബ്ലറ്റ് ഒന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് അലിയിച്ചാണ് കുടിക്കാറുള്ളത്. ഇത് ചില ദിവസങ്ങളിൽ ഞാൻ ഉച്ചയ്ക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ, അതായത് മറന്നു പോകുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഉച്ചയ്ക്ക് ഓർമ്മ ഉള്ളപ്പോൾ എടുത്ത് കുടിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് കൺസ്യൂം ചെയ്യാം. മസ്റ്റ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് തന്നെ ഇത് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. ഞാനപ്പോ ഈ ടാബ്ലറ്റിന്റെ കയ്യിലെടുത്തിട്ടുണ്ട്, ഞാൻ ഇത് കാണിച്ചു തരാം. ഇത് ഓൾമോസ്റ്റ് കാലിയായി. ഇതാണ് ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത്. കാണുന്നുണ്ടോ എന്നാണ് എന്റെ ഒരു വിശ്വാസം. കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് ഒരു ടാബ്ലറ്റ്. നല്ല സ്ട്രോബെറി ഫ്ലേവർ ആണ്, നല്ല സ്ട്രോബെറിയുടെ അതുപോലെ തന്നെ ലെമന്റെ മണം എനിക്ക് ഇപ്പൊ തന്നെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെ കൺസ്യൂം ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. 250 ml ഓഫ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അപ്പൊ 250 ml ഓഫ് വാട്ടർ എടുക്കുക. അപ്പൊ ഇവിടെ ഞാൻ 250 ml ഓഫ് വാട്ടർ എടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ഈ സാധനം ഞാൻ ഇടുക. കണ്ടോ? ഇത് കാണാൻ തന്നെ ഭയങ്കര രസമായിട്ടോ. അതായത് ഇത് ആ ടാബ്ലറ്റ് ഇങ്ങനെ അലിഞ്ഞു പോകുന്നു, അതിന്റെ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ സാധനം ഫുള്ളായിട്ട് അലിഞ്ഞിട്ട് ഇതൊരു നല്ല പിങ്ക് കളർ ആവുന്നുണ്ട്. അതായത് ഒരു പിങ്ക് റെഡ് ആവില്ല, ഒരു നിങ്ങൾ കാണും കേട്ടോ, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. ഇത് ഫുള്ളായിട്ട് ഈ സാധനം വരുന്നുണ്ടോ, ഈ ബബിൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത്. ആക്ച്വലി ഇതൊരു കാണാൻ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഫുള്ളായിട്ട് കണ്ടോ, കളർ മാറിയതുണ്ടോ? ആദ്യം ഒരു ലൈറ്റ് പിങ്ക് ആയിരുന്നു, ഇപ്പൊ പിന്നെ ആ പിങ്കിന്റെ ഷെയ്ഡ് കൂടി വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. അപ്പൊ ഞാനിത് എന്തായാലും ഇന്ന് കൺസ്യൂം ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്, അപ്പൊ ഞാനിതൊന്നും കുടിച്ച് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഇതിന്റെ കളർ. ഓക്കെ, അപ്പൊ ഞാൻ കുടിച്ചു തരാം. നല്ല സ്ട്രോബെറി അതുപോലെ തന്നെ ലെമൺ ഫ്ലേവറിലുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് സിന്തറ്റിക് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് നാച്ചുറലി ഉള്ള കളറാണ്. അപ്പൊ ഞാൻ കുടിക്കാൻ പോവാണ്. ഓക്കെ, ഈ വീഡിയോ കാണുന്ന ഒരു പ്രത്യേക കാര്യം പറയാണ്, കറുത്തവർ മോശമെന്നല്ല, അല്ലെങ്കിൽ വെളുത്തവർ കൊള്ളാമെന്നും അല്ല ഞാൻ ഒരിടത്തും ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ലൈക്ക് ഞാൻ കറുത്തിട്ടാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത് കറുത്തവർ വെളുക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. നമുക്ക് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ മാരേജ് ആണ് അങ്ങനെ എന്തെങ്കിലും കാര്യമുള്ളപ്പോൾ നമുക്കറിയാം, നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിൻ ടോൺ കുറച്ചും കൂടെ ബ്രൈറ്റ് ആക്കാൻ നോക്കുന്ന ആൾക്കാരാണ്. അത് നമ്മുടെ മുഖത്ത് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. നമ്മുടെ മുഖത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഡാർക്ക് സ്പോട്ട്, അതുപോലെ തന്നെ അൺഇവൻ സ്കിൻ ടോണ്, പിഗ്മെന്റേഷൻ, ഈ കാര്യങ്ങളൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നിന് ഇവൻ ടോൺ ആക്കാൻ ഈ സാധനം ഹെൽപ്പ് ചെയ്യും. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇത് കുടിച്ചിട്ട് എനിക്ക്, അതായത് ജെന്യൂൻ ആയിട്ട് ഞാൻ പറയാണ്, എനിക്കുണ്ടായ മാറ്റങ്ങൾ ഞാൻ പറയാൻ പോവാണ്. അപ്പം ഞാൻ എന്റെ സ്കിൻ ടോൺ ഒന്ന് കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ വെളുത്തൊന്നും ഞാൻ ഒരിടത്തും പറയില്ല, ഞാൻ ഭയങ്കര അത്രയ്ക്ക് വെളുത്തിട്ടുമില്ല. ചെറിയൊരു മാറ്റം എന്റെ സ്കിന്നുണ്ട്. അതായത് ഞാൻ യൂസ് ചെയ്ത് വെറും 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് കിട്ടിയ മാറ്റമാണ് ഞാൻ പറയുന്നത്. എന്റെ സ്കിൻ ടോൺ കുറച്ചൊന്ന് ബ്രൈറ്റ് ആയി. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ഇങ്ങനെ പിമ്പിൾസ് വരുന്ന ഒരു സ്കിൻ ടോൺ ആയിരുന്നു, എന്നുവെച്ചാൽ സ്കിൻ ടൈപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പം അതായത് പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് പിന്നെ പിമ്പിൾസിന്റെ ചാകരയാണ്. ഇപ്പോഴും പീരീഡ്സ് ആയപ്പോൾ പിമ്പിൾസ് വന്നു ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എണ്ണം കുറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ കുറെ ഇപ്പോഴും ഉണ്ട് കുറെ ഡാർക്ക് സ്പോട്ടൊക്കെ, പക്ഷെ ഇതൊക്കെ ഒന്ന് ഡിം ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമുക്കറിയാം നമ്മുടെ കൈ ഒരു കളർ, ബോഡി ഒരു കളർ അങ്ങനെയായിരുന്നു. പക്ഷെ എന്റെ കൈ ഇപ്പോഴും ഇവിടെ വേറൊരു കളർ, ഇവിടെ ഒരു വേറൊരു കളർ തന്നെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ശരിക്കും പറയാനുള്ള കാര്യം. പിന്നെ നമുക്കറിയാം, ഒരു എക്സ്റ്റേണൽ ഗ്ലോ കിട്ടുന്നതിനേക്കാളും ഇന്റേണലി ഗ്ലോ കിട്ടും. ഇപ്പൊ നമുക്കറിയാം, കല്യാണങ്ങളൊക്കെ നമ്മൾ കല്യാണത്തിന് മുന്നേയൊക്കെ ഫേഷ്യൽ ചെയ്യും, അതിനെ ക്ലീൻ അപ്പ് ചെയ്യും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അത് നമ്മളുടെ എക്സ്റ്റേണലി നമ്മുടെ സ്കിന്നിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റ് മീൻസ് ഇങ്ങനത്തെ ടാബ്ലറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണലും ഇന്റേണലും ഒരു ഗ്ലോ കിട്ടും. എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മിനിമം
2 ബോട്ടിലെങ്കിലും 2 ബോട്ടിലെങ്കിലും യൂസ് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ശരിക്കുള്ള റിസൾട്ട് കിട്ടുള്ളൂ. എന്തായാലും റിസൾട്ട് കിട്ടും എന്നൊരു കാര്യത്തിൽ 100% ഷുവറാണ്. കാരണം 2 ആഴ്ച യൂസ് ചെയ്ത് എനിക്ക് തന്നെ ഇത്രയ്ക്കും റിസൾട്ട് കിട്ടിയെങ്കിൽ അപ്പൊ 2 ബോട്ടിലേക്ക് യൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് ഇത് റിസൾട്ട് തരും. അതായത് യൂസ് ചെയ്ത് 99.99% ആൾക്കാർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും റിസൾട്ട് കിട്ടും, അതിൽ ഒരു ഡൗട്ട്. അപ്പൊ എന്തായാലും റിസൾട്ട് കിട്ടും, അതിൽ നോ ഡൗട്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ ഫസ്റ്റ് ബോട്ടിലാണ്, സെക്കൻഡ് ബോട്ടിൽ എന്തായാലും വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. കാരണം എനിക്കും അപ്കമിങ് എന്റെ ലൈഫിലെ വലിയൊരു ബിഗ് ഡേ വരെയാണ്. അപ്പൊ സോ ഇന്റേണലി എന്റെ സ്കിന്നിന് എന്ത് ചെയ്യാമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ശരിക്കും ഈ സാധനം കയ്യിൽ കിട്ടുന്നത്. അപ്പൊ എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്യാൻ തന്നെയാണ് പോകുന്നത്. അപ്പൊ നിങ്ങളും ഈ സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ എന്റെ കൂപ്പൺ കോഡ് ഞാൻ മുകളിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ഇത് യൂസ് ചെയ്ത് ചിക് ന്യൂട്രിക്സിന്റെ വെബ്സൈറ്റ് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചിക് ന്യൂട്രിക്സിന്റെ എല്ലാ പ്രോഡക്റ്റും 10% ഓഫിൽ കിട്ടും. അപ്പൊ എന്റെ കൂപ്പൺ കോഡ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പൊ അതിന്റെ ലിങ്കും അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിന്റെ ലിങ്കും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ടാഗ് ചെയ്യും, അല്ലെങ്കിൽ ബയോയിൽ കൊടുത്തിരിക്കാം. മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് സുഹൃത്തുക്കളെ, ഇത് ഞാനൊരു ബിഗിനറായിട്ട് വന്നതേ ഉള്ളൂ. ഇപ്പോഴാണ് യൂട്യൂബിൽ കുറച്ചൊക്കെ ആക്റ്റീവ് ആവുന്നത്. അപ്പൊ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ്സും കൂടുന്നതനുസരിച്ച് എനിക്കത് വലിയൊരു സപ്പോർട്ടായി മാറും. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് ഓൾസോ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ ഹോണസ്റ്റ് ആയിട്ട് തന്നെ കമന്റ് ചെയ്യുക. അപ്പൊ ഇത് കാണുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഇത് വാങ്ങാനുള്ള ഇത് കിട്ടും. കാരണം ഇത് ഫേക്ക് അല്ല എന്ന് അവർക്ക് മനസ്സിലാവും. സോ മസ്റ്റ് ആയിട്ട് വാങ്ങുക. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.